ഫ്രണ്ട്സ് ടോറിട്ടപ്പാ അപ്പാ ടയർഡായി എന്ന് പറഞ്ഞ് ഹീറോയി പറയാറ്. അങ്ങനെ വീണ നോക്കായിരുന്നു ക്യൂട്ട് സ്മൈച്ചത്. എനിക്ക് അവർക്ക് എങ്ങനെ നടന്നിട്ട് പോയിട്ട് ഹീറോയെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരുന്നു. അത് വീ അടിച്ചായിരുന്നു. വീ അടിച്ച് നോക്കുമ്പോൾ വീക്ക് പറഞ്ഞ വീരോട് പറയുന്നു. അങ്ങനെയായിട്ട് വീ പറഞ്ഞ് മുണ്ട് കൊടുത്തട്ടോ. അത് വീ പറഞ്ഞ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു വീടിനോട്. അങ്ങനെ വീ പോയിട്ട് കുളിച്ചിട്ട് വീ പറഞ്ഞ താത്ത കൊടുത്തോണ്ട് വീട് റൂം പോയിരുന്നു. അങ്ങനെ വീ കുളിച്ച് ഫ്രഷ് ആയിരുന്നു. അങ്ങനെ ഫുഡായി വന്ന് നോക്കുമ്പോൾ ഹീറോയെ കുക്ക് ചെയ്യാൻ തുടങ്ങായിരുന്നു. വീ ഷാക്കായത്. മാം നിങ്ങൾ കുക്ക് ചെയ്യാൻ അറിയോ? അതെനിക്ക് കുക്ക് ചെയ്യാൻ അറിയും. അങ്ങനെ കുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയെ കൂടി കഴിക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. ഹലോ അർജുൻ, എന്ത് പറ്റി? ഓക്കെ ഓക്കെ, ഞാൻ വരാം എന്ന് പറയുന്നു. അങ്ങനെ വീ കേൾക്കാൻ എന്താ മാം? നീ പോയിട്ട് റെഡി ആയിക്കോ എന്ന് വീടിനോട് പറയും. അങ്ങനെയായിട്ട് വി റെഡി ആയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടും അങ്ങനെയായിട്ട് ഇറങ്ങി വന്നായിരുന്നു. അപ്പോൾ ഹീറോ കേൾക്കായിരുന്നു, വി റെഡിയായോ മാം പോവാ എന്ന് പറയാൻ. ഹീറോ റെഡി ആയിട്ട് എല്ലാ കാറിൽ ട്രെയിൻ ചെയ്ത് തുടങ്ങി. വി അങ്ങനെ ഓഫീസ് വന്നിരുന്നു. എന്നടാ അർജുൻ പറ്റി? എവിടെ നോക്കും മാഡം? ഹീറോ പറഞ്ഞ പരീക്ഷയിൽ ആഡ് കൊടുക്കും. അത് മാത്രം നിറയെ ബിസിനസ്സിൽ ഇങ്ങനെ കമ്പനിയിൽ നിറയെ പ്രോഡക്റ്റ് അതെല്ലാം ആഡ് കൊടുക്കുമായിരുന്നു. ഹീറോയുടെ കമ്പനി പറഞ്ഞാൽ അതാണ് ആഡ് കമ്പനി. അത് മാത്രമല്ല ഡ്രസ് ഡിസൈൻ എല്ലാം തുന്നുന്നു. ഷോപ്പിംഗ് മോളോട് ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു. ഹീറോ പറയുന്നത് എന്താ അർജുൻ പറ്റി? കസ്റ്റമർക്ക് ഹീറോയ്ക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഹീറോയുടെ സിറ്റിസൺ ഷോപ്പായിരുന്നു. മാം ഈ കസ്റ്റമർ പറയുന്നു ഒരു പായ ബാഗാണെന്ന് പറയുന്നു. ഹീറോയ്ക്ക് പറഞ്ഞു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട്. ഹീറോ ബാഗ് കൊടുക്കുന്നത് മാത്രമല്ല അതിൽ സീലുണ്ടായിരുന്നു. അത് ജങ്കുക്കല്ല ഹീറോയിന്. അങ്ങനെ കസ്റ്റമർ വന്നായിരുന്നു. അർജുൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ബാഗിന്. അത് ചെക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഡിവോഴ്സ് മതി ഇവിടെ എന്തെല്ലാം ബാഗ് എടുത്തുകൊണ്ട് പോയിന് ഓരോ ഫോട്ടോസ് മതി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ബാഗ് മാം ഇങ്ങനത്തെ ബാഗ് പ്രോഡക്റ്റ് ഇവിടെ ഇല്ല മാം എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയെ കേൾക്കാറുണ്ട്. മാം നിങ്ങൾ ചുമ്മാ വെറുതെ ഒന്ന് കളവ് പറയാൻ പാടില്ല. ഒരു ഡിവോഴ്സ് ഉണ്ട്, ഒരു ഇത് കൊണ്ടുവരണം. അത് കളവ് പറഞ്ഞു, അത് കളവ് പറയുന്നു. അങ്ങനെ തലയിൽ അയിമേൻ്റെ തലയിൽ വെച്ചിരുന്നു. അയിമക്ക് പേടിയായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് എടുത്ത അതെ അത് ആ റോബോട്ട് പറയാൻ ഇല്ല ഇവർ കളവ് പറയാനോ പറയായിരുന്നു. അപ്പോൾ അവിടുത്തെ അവിടെ നിറയെ ആൾ വെച്ച് ഇവരെ പറയുന്നു ഇങ്ങനത്തെ ബാഗ് ഇവിടെ എടുത്ത ഇല്ല ഇല്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഇല്ല കറക്റ്റ് എന്ന് പറയും. വെച്ച് കളവെന്ന് പറയില്ല. ഇല്ല നേരെ പറയുന്നവരായിരുന്നു. എന്നിട്ട് ഇവിടെ ഈ ബാഗ് ഇവിടുത്തതല്ല എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് വന്നായിരുന്നു. പോലീസ് വരുന്നായിരുന്നു. അർജുൻ്റെ ചേട്ടനായിരുന്നു. നിങ്ങൾ വാ, നിങ്ങൾ വേറെ നിറയെ കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയ്മേൻ എടുത്തുകൊണ്ട് പോയിരുന്നു. അങ്ങനെയായിട്ട് അപ്പം സമാധാനമായി എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇവിടുന്നോണ്ട് വരുമ്പോൾ ഒരു റിംഗ് ഷോപ്പാണ്. അതെ, ഡയമണ്ട് റിംഗ് ഷോപ്പായിരുന്നു. അങ്ങനെ ഹീറോ ഡയമണ്ട് റിംഗ് ഷോപ്പ് പോയിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം എടുത്തിട്ടുണ്ടല്ലോ മാം, നിങ്ങൾ പറഞ്ഞ മാല ഇതെല്ലാം റെഡിയാണ്. അങ്ങനെ ശരി ഓക്കെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്യണം മനസ്സിലായോ? ഓക്കെ മാം. മാല ഓക്കെ മാം. ഇത് തന്നെ ഒരു ടൈമിൽ മാല അത് വീക്ക് ബർത്ത്ഡേ വരാണ്. അങ്ങനെ വീൻ്റെ ബർത്ത്ഡേ വരായിരുന്നു. പിന്നെ വീക്ക് അങ്ങനെയായിട്ട് വീ മാല വീങ്ങി ഗിഫ്റ്റ് വെച്ച് പാക്കപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ വീന് ഹോബീസ് വന്ന് നോക്കും. വീ കൂടെ ഒരു ഗേള് വീ കൂടെ ഒട്ടി എണ്ണയിക്കായിരുന്നു. കാരണം പേര് മായ വീണ്ടോട് പറഞ്ഞു നിങ്ങൾ ഹാൻസം ആയിട്ടുണ്ടോ, നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നതാണോ എന്നെ വീണ്ടോട് ഒട്ടി സംസാരിക്കുക. നല്ല സ്മൈൽ ചെയ്ത് നല്ല ക്യൂട്ടായിട്ട് സംസാരിക്കാം. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അർജുൻ വന്നത് എന്ത് പറ്റി എന്ന് പറഞ്ഞു. ഒന്നുമില്ല അർജുൻ പറഞ്ഞിട്ട് ഇതാക്കായിരുന്നു. പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് വന്നായിരുന്നു ഹീറോയിൻ. അങ്ങനെ പാർട്ടിയിൽ പറയുമ്പോൾ രാഹുൽ വന്നായിരുന്നു. രാഹുൽ വന്ന് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു. ഇവയെ നോക്കുകയുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഡാൻസ് കളിക്കാന്ന് പറയുന്നു. രാഹുൽ ഓക്കെ രാഹുൽ എന്ന് പറഞ്ഞ് ഹീറോ രാഹുൽ കിട്ടി ഡാൻസ് മതി ഡാൻസ് ചെയ്തായിരുന്നു രാഹുൽ ഹീറോയിനൊന്ന് ഒരുപാട് സ്നൈറ്റ് അടിക്കായിരുന്നു. ഇങ്ങനെ വീ ശ്രദ്ധിച്ച് നോക്കായിരുന്നു. വീക്ക് ഒരുമാതിരിയായിരുന്നു. എന്തായാലും നടക്കുന്നതെന്ന് പറഞ്ഞ് വീക്ക് ഒരുമാതിരിയായിരുന്നു. ഞങ്ങളുടെ കൂടെ വൺ നൈറ്റാണ് സ്പെൻഡ് ചെയ്തത്. എനിക്കത് ഒരുമാതിരിയാവാൻ പറയാമെന്ന്. അങ്ങനെ രാഹുൽ ഹീറോയെ കൂടെ വീണ് വന്നിട്ട് വീണെ വെരിഫിയേറ്റാൻ വേണ്ടിയിട്ട് രാഹുൽക്കറിയോ ഹീറോയ്ക്ക് വീണെ ഒരുപാട് ഇഷ്ടമാണ്. രാഹുൽ പറയുന്നു നീ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ മതി, നിനക്ക് ഞാൻ ചെയ്യാൻ പറയുന്നു. എടാ നീ നിൽക്കണ്ടടാ പൂച്ചമലൊക്കെ ഒന്ന് പ്ലീസ് നീ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ രാഹുൽക്ക് ഹീറോ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയായിട്ട് ഇത് നമ്മൾ വീക്ക് ജലസാവാൻ തുടങ്ങിയായിരുന്നു. നന്നായിട്ടായിരുന്നു. അങ്ങനെ ഹീറോ വീട്ടിലൊക്കെ വന്നിരുന്നു. അങ്ങനെ അങ്ങനെ ഇപ്പോൾ പാർട്ടിയുടെ ഇപ്പോൾ ലീവാണ് ഹീറോ റൂമിൽ പോയായിരുന്നു. അങ്ങനെ ഹീറോ അത്ര ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ജ്യൂസ് മാത്രം ഡ്രിങ്ക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കുമായിരുന്നു. ഡ്രിങ്ക് ചെയ്തില്ല. അങ്ങനെ ഹീറോ കുളിക്കാൻ പോയത്. അങ്ങനെ റൂമിനകത്ത് വന്നിരുന്നു. ഹീറോ ആയിട്ട് കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് മതി എടുത്താണ് ഹീറോ അതും യൂസ് ചെയ്ത് ഹീറോയിനെ വെച്ചാൽ എന്താണ് ചെയ്യുന്നത്? ഇല്ല മാം എന്നാ ഒന്നല്ല മാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്ന് നോക്കുമ്പോൾ രാഹുൽ എന്തുണ്ടായിരുന്നു. വീക്ക് ഒരുമാതിരിയാണ്. ഹലോ രാഹുൽ, എന്താ രാഹുൽ?
അങ്ങനെയാണോ? ശരി രാഹുൽ, നാളെ മീറ്റ് ചെയ്യാം എന്ന് പറയാം രാഹുലോട്. ശരി ഓക്കെ എന്ന് രാഹുൽ അങ്ങനെ കട്ട് ചെയ്ത് വി നോക്കായിരുന്നു. മാം അത് എന്താ വി ടയർഡാണ്, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം, ഉറങ്ങണം, നീ പോയിക്കോളൂ പറയും. മാം അത് എന്ന് പറയുന്നു. എന്താ വി പറയുന്നു? അത് എന്ന് പറഞ്ഞ് വി ഒരുമാതിരി പാവമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയി ഒന്നുമില്ല വി നീ പോയിക്കോ എന്ന് പറയുന്നു. അങ്ങനെ വീക്ക് ഒരു പാവത്തിയായിരുന്നു. വി അത് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് വീണ്ടും കോൾ വന്ന് വി നോക്കായിരുന്നു. ഹലോ, എന്താ മോം ഡേറ്റിംഗ് നിൽക്കാം? എന്താ മോം പറയണേ? എന്താ രാഹുൽ കൂടെയാണോ? ശരി മോം, ശരി ഡേറ്റിംഗ് പോവാം എന്ന് പറയാം. മാരേജാ? ശരി മോം എന്ന് പറയായിരുന്നു. ഡേറ്റ് ചെയ്ത് നോക്കാം, സെറ്റായ മാരേജ് വയ്ക്കാം എന്ന് ഹീറോ പറയായിരുന്നു. ശരി ഓക്കെ, എനിക്കിങ്ങനെ നല്ല കെയറിങ് മോം. ശരി ഓക്കെ എന്ന് പറയുന്നു. ഇതൊക്കെ വീക്ക് ഒരു മാത്രമായിരുന്നു. വീക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ വി ഒരുപാട് സാഡായിട്ട് വി പോയായിരുന്നു. ഹീറോയുടെ ക്ലോസ് ആവാന്ന് പോയി. അങ്ങനെയായിട്ട് വി പോയി സാഡായിട്ട് ഒരുമാതിരിയായിട്ട് വീക്ക് അറിയാൻ തുടങ്ങിയാണ്. വീക്ക് എന്ത് ചെയ്യാനറിയില്ല. അത് മാത്രമല്ല വി പറഞ്ഞത് ഇന്ത്യൻ ബോയ് ഒന്നല്ല കൊറിയൻ ബോയാണ്. കാരണം കൊറിയയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ജങ്കുക്ക് പറയായിരുന്നു വീൻ്റെയോട്, മച്ചാ നീ ഇന്ത്യക്ക് പോടാ, അവിടെ നല്ലൊരു കമ്പനി ഉണ്ട്, എനിക്കിവിടെ പ്രശ്നമാണ്. അതെ വി അവിടെ കമ്പനി ജങ്കുക്ക് എന്തോട് വീണ്ടോട് ജങ്കുക്ക് പറയുന്നത് നല്ല കമ്പനിയുടെ നീ ഇവിടെ ജോയിൻ ചെയ്തോ. ഇല്ല ഇവിടെ ഇരുന്ന ആ ജങ്കുക്ക് അല്ല വീന് ഒരു ഗേൾ ഭയങ്കര റിച്ച് ഗേൾ, അത് വീനെ ലവ് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ മാരേജ് ആണ്. ആ ഒരു ബാഡ് ഗേളാണ്. ആ പെണ്ണ് ഓൾറെഡി ബോയ് ഫ്രണ്ട് നല്ല പറഞ്ഞാൽ കോൾ ബോയ്സ് എല്ലാം ഉണ്ട്. ആ പെണ്ണ് ഓൾറെഡി ശരിയില്ല. ആ പെണ്ണ് മാരേജ് കഴിക്കണം വീനെ ടോർച്ചർ ചെയ്തില്ല. അത് ഇത് പറഞ്ഞ് വീനെ ടോർച്ചർ ചെയ്ത്, അതുകൊണ്ട് വീക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവൾ മാരേജ് കഴിക്കാൻ പറഞ്ഞ് ഈ അക്സെപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വീക്കും എല്ലാ കാര്യം ജിമ്മിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് വി ജങ്കുക്ക് കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് ഈ കമ്പനി അറിയാം, നീ അവിടെ ജോയിൻ ചെയ്തു എന്ന് വീണ്ടും പറയുന്നു. അതുകൊണ്ട് വി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് വി ഹീറോയിനെ കമ്പനിയിൽ അക്സെപ്റ്റ് ചെയ്ത് ജോക്ക് വന്നതാണ്. ഇതാണ് വീൻ്റെ ഫ്ലാഷ് ബാക്ക്. ഇതാണ് വി ഓർത്ത് സാഡായിരുന്നു വീക്ക്.